ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഈ കാലങ്ങളിൽ ക്രിസ്മസ് കരോൾ ഗീതങ്ങൾ ധാരാളമായി കേൾക്കുന്നുണ്ട്. ക്രിസ്മസ് ഗീതങ്ങൾ താളമേളങ്ങളോടുകൂടി ദേവാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പലപ്പോഴും ഗായക സംഘം നമ്മുടെ വീടുകളിൽ വന്നും ഈ ക്രിസ്മസ് പാട്ട് മനോഹരമായി പാടുന്നുണ്ട്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-2 അധ്യായങ്ങളിൽ 5 ക്രിസ്മസ് ഗീതങ്ങൾ കാണാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് 5 പേര് പാടിയതായ 5 ക്രിസ്മസ് ഗീതങ്ങൾ, ക്രിസ്മസ് ഗാനങ്ങൾ. ഒന്ന് എലിസബത്ത് പാടിയതായ ക്രിസ്മസ് ഗീതം, 2 കന്യകമറിയാം പാടിയതായ പാട്ട്, 3 സഖരിയ പ്രവാചകൻ പാടിയതായ ക്രിസ്മസ് ഗീതം, 4 ദൂതന്മാരും പാടിയതായ ക്രിസ്മസ് പാട്ട്, വയോവർദ്ധനായിരിക്കുന്ന ശിമിയോൻ പാടിയതായ പാട്ട്. അങ്ങനെ 5 പേര് പാടിയതായ 5 ക്രിസ്മസ് ഗീതങ്ങൾ, ഗാനങ്ങൾ നമുക്ക് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-2 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തേത് എലിസബത്തിന്റെ പാട്ടാണ്. എലിസബത്ത് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ളതായ ഭാഗങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം, ഒത്തിരി മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു പാട്ടാണ് അത്. കന്യമറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കന്യമറിയാവിനെ സന്ദർശിച്ചു. ആത്മാവ് നിന്റെ മേൽ പ്രവർത്തിക്കും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് സ്വർഗത്തിലെ ദൂതൻ അരുളപ്പാട് നൽകി. കന്യമറിയാനൊന്നും മനസ്സിലായില്ല. പക്ഷെ സ്വർഗത്തിലെ ദൂതന്റെ അരുളപ്പാടാണ് എന്ന് മനസ്സിലാക്കി കന്യമറിയാം വളരെ വിനയത്തോടെ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അത് മതി. കർത്താവായി യേശു ക്രിസ്തു ഉരുവായി ഉദരത്തിൽ ഗർഭിണിയായി. ദൈവത്തിന് സ്തോത്രം. എ വെർജിൻ മദർ, കന്യകയാണ്, പക്ഷെ ഗർഭിണിയായി. ഇന്നത്തെ കാലത്ത് പോലെ അല്ല. അന്ന് ഒരു കന്യക, ഒരു വിവാഹം നടക്കാത്തതായി സ്ത്രീ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ്. കന്യാമറിയാൻ അറിയാം കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന്. വലിയ വേദനയിലായി. അവളൊരു നിന്ദാപാത്രമായി. അവഹേളനങ്ങൾ കേട്ട് മടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കന്യാമറിയാം എലിസബത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. എലിസബത്ത് അതിനു മുൻപേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാണ്. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, കന്യാമറിയാം യാത്ര ചെയ്ത് സഖരിയാവിന്റെ വീട്ടിൽ എലിസബത്തിന്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്ന് കന്യാമറിയാം എലിസബത്തിനെ വന്ദിച്ചു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ആത്മീയ കൂട്ടായ്മയുടെ സ്നേഹസംഗമമാണ് നാം അവിടെ കാണുന്നത്. ഒരു തത്വം പോലെ പറയാൻ വേണ്ടിയിട്ടല്ല. ഒന്ന് വായിച്ചേ, 39 വാക്യം വായിച്ചു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. നിങ്ങൾ എല്ലാവരും ഗൗരവത്തോടെ ഈ മർമ്മം ഒന്ന് മനസ്സിലാക്കണം. ആധ്യാത്മികമായിരിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നതാണ്. ആരെങ്കിലും കുറെ പേരല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ദൈവമക്കൾ, ആത്മാവ് നിറഞ്ഞ ദൈവമക്കൾ ഒന്നിച്ചുകൂടി ആരാധിക്കുന്നതാണ് ആരാധന. അതാണ് കൂട്ടായ്മ. അതല്ലേ നമ്മുടെ കൂട്ടത്തിൽ നടക്കേണ്ടത്. ആ ആരാധനയുടെ സുഗന്ധം മണത്ത കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എന്നിലേക്കും ദൂരസ്ഥലങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്നവരിലേക്കും ശ്രദ്ധയോടെ നോക്കുമ്പോൾ, എലിസബത്തിനെയും കന്യമറിയ മാതാവിനെയും പോലെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് കൂട്ടായ്മ ആചരിക്കുന്ന ആരെല്ലാം ഉണ്ട്? ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ നമ്മൾ ഒന്നിച്ചു വരുന്നതായ സമയത്ത് വലിയ ഒരു ആന്തരികമായ ചലനമുണ്ടാകും. ഉള്ളത്തിൽ പ്രജ തുള്ളി. എലിസബത്തിന്റെ ഉള്ളത്തിൽ പ്രജ തുള്ളുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയിലും
ഗർഭസ്ഥ ശിശുവിലും ശക്തിയോടെ വ്യാപരിക്കുകയാണ്. പാവപ്പെട്ട ആ ശിശു പോലും ആത്മാവിൽ തുള്ളിച്ചാടുകയാണ്. ഞാൻ എൻ്റെ കൊതിയും കൂടെയാണുള്ളത് പറയുന്നത്. ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ, ഒന്ന് കൈകൂപ്പി അല്ലെങ്കിൽ ഒരു ഷെയ്ക്കാറ്റ് കൊടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, സ്തുതി ഉയരണം, ആരാധന ഉയരണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. കന്യമറിയാൻ ചെന്ന എലിസബത്തിനെ വന്നിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നാം വായിക്കുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാണ്. ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കും. ഞാൻ എൻ്റെ കൂട്ടായ്മയിലെ അല്ലാത്തവരുടെ അടുക്കലേക്ക് എന്ന് കുറച്ചു നേരം സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആത്മാവിൽ ജ്വലിച്ചു തുള്ളുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതേ കുറച്ച് പരദൂഷണവും മറ്റുള്ളവരുടെ കുറ്റവും എല്ലാം പറഞ്ഞ് ഉള്ള ആത്മാവ് കെടുത്തിയിട്ടാണോ നിങ്ങൾ പോരുന്നത്? പ്രകടമായ ഒരു മാറ്റം ആ വിഷയത്തിൽ നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ വരേണ്ടി. ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിച്ചാൽ മതി. ഞാൻ ദൈവസന്നിധി ചില വ്യക്തമായ ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കുന്നത് എങ്ങനെ വേണം, അത് ദൈവം കേൾക്കുന്നു, സ്വർഗം റെക്കോർഡ് ചെയ്യുന്നു. മനുഷ്യ, നീ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളത് ന്യായാധിപതിയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞ കാര്യമാണ് എങ്കിൽ കൂടി വരുമ്പോൾ ഉള്ളതായ വാക്കുകൾ എന്തെല്ലാമാണ്? അവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് വിമർശിക്കുന്ന ഒരു വ്യക്തി, ദൈവമക്കളെ, അത് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന സ്വർഗത്തിൽ ചെല്ലുമോ? കൂട്ടായ്മയിലൊന്നും മുൻപന്തിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യാം, നേതൃസ്ഥാനത്തൊക്കെ ആയിരിക്കാം. പക്ഷെ ഒന്നിച്ച് കാണുമ്പോൾ ആത്മാവിന്റെ വർധന വരുത്തുന്നതായ സംസാരമാണോ, വാക്കുകളാണോ, അതോ വിമർശനങ്ങളാണോ? കേട്ടില്ല എന്നാരും പറയരുത്, അപകടമാണ്. ഒരു ന്യായവിധിയുണ്ട് ഓരോ വാക്കിനും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, മറിയ എല്ലാവരും നിന്ദിക്കുകയാണ്. ആ പെങ്കൊച്ച് കണ്ടില്ലേ, പ്രായമൊന്നും ആയില്ല, ഗർഭിണി ആയിക്കഴിഞ്ഞു, കൂടി വന്നിട്ടില്ല. ദൈവത്തിന് കന്യകയാണെന്നാ പറയണത്, പക്ഷെ ഗർഭിണിയാണ്. എല്ലാവരും നിന്ദിക്കുമ്പോൾ എലിസബത്തിന്റെ അടുത്ത് ചെന്നു, ദൈവത്തിന് നീ ഭാഗ്യവതി, കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ളതായ മാനം എനിക്ക് എവിടെ നിന്നു? ദൈവമക്കൾ കൂടി വരുമ്പോൾ വേദനയും നിന്ദയും പരിഹാസവും ദൂഷിയുമെല്ലാം കേട്ടു വലഞ്ഞ് മ്ലാനവതരായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അവരോട് സംസാരിക്കുകയും അവരെ ഉണർത്തുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. താഴത്തേക്ക് വായിച്ചത്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ, ഒന്ന് കണ്ടേ ഉള്ളൂ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അതൊക്കെ ചില അനുഭവങ്ങളാട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു ബൈബിൾ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അന്നും ഈ കൂട്ടായ്മയുടെ ബന്ധപ്പെട്ടാണ് നിന്നത്. മനസാന്തരപ്പെട്ടതായ കുറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ. വാസ്തവത്തിൽ ഞാൻ നടന്ന കാര്യം പറയുന്നത്, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വാതുകൾ നിൽക്കും. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വീണ്ടുജന്മത്തിന് സന്തോഷം അനുഭവിക്കുന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ് കഴിഞ്ഞ് മറ്റേ ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നത് കാണുന്ന എനിക്കൊരു പ്രമോദമാണ്. ദൈവമക്കളൊന്ന് കാണുമ്പോൾ സ്നേഹത്തിന്റെ തീ അകത്ത് കത്തുകയാണ്. വായിച്ചോ? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ വ്യക്തമായി എല്ലാവരും നിന്നെ നിന്ദിക്കുകയാണ്, ദൂഷിക്കുകയാണ്, നീ വൃത്തികെട്ട സ്ത്രീയാണ്, ഗർഭിണിയായി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന സമയത്ത് ഒരാശ്വാസവാക്ക്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അയ്യോ, കന്യാകുമാരി എന്ത് വലിയ ആശ്വാസമായി കാണുന്നത്, എന്ത് വലിയ ആശ്വാസമായി കാണും. നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴങ്ങനെയാണോ? കുറ്റം പറയാനല്ല ദൈവമക്കളെ, ഒരു നല്ല വാക്ക് പറയാം. സ്വന്തം ഭാര്യയോടോ, സ്വന്തം ഭർത്താവിനോടോ, അയൽക്കാരോടോ, കൂട്ടായ്മക്കാരോടോ, ജീവിതത്തിൽ ചില വീഴ്ചകളും പിന്മാറ്റങ്ങളും എല്ലാം വന്നവരോടോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളൊന്ന് സംസാരിക്കുക. സ്നേഹം ഒഴുകട്ടെ നമ്മളിൽ നിന്ന്, ആശ്വാസവാക്കുകൾ ഒഴുകട്ടെ. കുറ്റം പറയുന്നത് നിർത്തിവെച്ച് നല്ല വാക്ക് രണ്ടെണ്ണം പറയാം.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എന്താ കാരണം? എന്താ കാരണം? നീ കർത്താവിന്റെ അമ്മയാണ്. നിങ്ങൾ എഴുതി വെക്കണം. അനുഗ്രഹം എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതാണ്. എഫെസ്യർക്ക് ലേഖനത്തിൽ പറയുന്ന പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവിലാണ് അനുഗ്രഹം. യേശു ഉണ്ടെങ്കിൽ മുഴുവൻ അനുഗ്രഹമായി. ആത്മശരീരം മനസ്സുകൾക്ക് നിറഞ്ഞ അനുഗ്രഹമായി. ദൈവത്തിന് സ്തോത്രം. കാരണം കന്യമറിയാൻ ഗർഭം ധരിച്ചിരിക്കുന്ന യേശുവിനെയാണ്. എന്റെ ദൈവമേ, ദൈവം എന്നെയും കാണുന്നു, നിങ്ങളെയും കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നത് എന്തിനെ കൊണ്ടാണ്? യേശുവിനെ കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലേ? 2 പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച സ്ത്രീകൾ തമ്മിൽ കൂടിയപ്പോൾ ആനന്ദം നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ തമ്മിൽ കൂടുമ്പോൾ വേണ്ടേ? ഇന്ന് കർത്താവ് അനേകരിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം നടത്തി 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അനേകർ ഗർഭം ധരിച്ചിരിക്കുന്നത് കന്യമറിയാമ്മയും എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ആരെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവത്തിന് സ്തോത്രം. നിറഞ്ഞു വരുന്നത് പാപമാണ് പ്രസവിക്കുന്നത്. ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, അകത്തെന്താ? അതെങ്ങനെ സാറേ അകത്തെന്താന്ന് അറിയണേ? ഒരു പ്രകടമായ ലക്ഷണം ഞാൻ പറയാം. അകത്തെന്താണ് എന്ന് കർത്താവ് തന്നെ ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ല വായ സംസാരിക്കുന്നത്. എഴുതി വെച്ചോ നിങ്ങൾ. നമ്മളുടെ ജീവിതത്തിൽ നാവിൽ നിന്ന് ഒഴുകി വരുന്ന ശബ്ദം കൃപയുടെ ശബ്ദമല്ല എങ്കിൽ അകത്ത് ചെകുത്താനും വൈരാഗ്യത്തിന്റെയും കോപത്തിന്റെയും ശാപത്തിന്റെയും ദുരാത്മാവാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് അകത്ത്, സ്നേഹത്തിന്റെ ആത്മാവാണ് അകത്ത്, വിശുദ്ധിയുടെ ആത്മാവാണ് അകത്ത്, കർത്താവായ യേശുക്രിസ്തുവാണ് അകത്ത് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിന് സ്തോത്രം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. എന്തുമാത്രം പേർക്ക് കൃപയുടെ സ്നേഹത്തിന്റെ തലോടൽ കിട്ടി നിങ്ങളോടൊരു വാക്ക് സംസാരിച്ചപ്പോൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചൻ ഹൈറേഞ്ച് ഭാഗത്തു നിന്നാണ്. അതിന്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. വന്ന് കണ്ട് സംസാരിക്കാൻ വന്ന സാറേ, അവൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അവൻ മോഷ്ടിച്ച കാര്യങ്ങൾ, അപ്പനെ അമ്മയൊക്കെ അതുപോലെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു. കേട്ടുകൊണ്ടതിന് ശേഷം ഞാൻ, മോനെ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ. മോനെ എന്നൊന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ദൈവമക്കളെ, വലിയവായിലങ്ങ് കരഞ്ഞു. അപ്പൊ എന്തിനാ പോലും കരയണേ? സാറേ, ഞാൻ നാളുകളായി കേട്ടിട്ടില്ലാത്ത ഒരു സ്നേഹത്തിന്റെ ശബ്ദമാണ്. എന്നെ ആരും എൻ്റെ ഓർമ്മയിൽ മോനെ എന്ന് വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ, ദൈവം. നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. ആ ഒറ്റ വാക്കാണ് അവനെ മനസാന്തത്തിലേക്ക് നയിച്ചത്. നല്ല വാക്ക് പറ ദൈവം. അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറ. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, യേശുവിനെ ഗർഭം ധരിച്ചത് അനുഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? 45-ാമത്തെ വാക്യം വായിച്ച്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. രണ്ട് വാക്കുകൾ. ഒന്ന്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. 2, നീ ഭാഗ്യവതി. അതിന് കാരണം പലതല്ല. യേശു ക്രിസ്തുവിനെ ആത്മാവിൽ ഗർഭം ധരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഭാഗ്യശാലികളാണ്. കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പനും അമ്മയും കന്യോറിയാവും യോസേഫ് പിതാവും വന്നു. നീ എന്താ ഞങ്ങളുടെ കൂടെ പോരാഞ്ഞ്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. ആരാണ് എൻ്റെ അപ്പൻ? ആരാണ് എൻ്റെ സഹോദരൻ? ആരാണ് എൻ്റെ അമ്മ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ഓർക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചുകൊണ്ട് തമ്പുരാനെ പറ്റി അമ്മയായി. നമുക്കും അമ്മയാകാം, യേശുവിൻ്റെ അമ്മയാകാം. യേശുവിനെ ഗർഭം ധരിച്ചാൽ മാത്രം മതി, യേശുവിനെ സ്വീകരിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ശാന്തമായി നിങ്ങളോട് പറയാം, കർത്താവ്, എനിക്ക് കന്യാമറിയാവിനെ പോലെ
ഒരു യോഗ്യതയും പറയാനായിട്ടില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു വാക്ക് പറയാൻ പാടില്ലേ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് സ്വർഗം ഒന്ന് കേൾക്കട്ടെ. ആരൊക്കെ പറഞ്ഞു എന്ന് ദൈവം അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വികാരം ഇളക്കാൻ വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. കർത്താവേ, ഞാൻ ഇവിടെ ഈ ഒരു കസേരയിൽ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുന്നുണ്ട്, പാവപ്പെട്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നിന്റെ കണ്ണെന്നെ കാണുന്നുണ്ടല്ലോ. എൻ്റെ തലമുടിയിടയിൽ ഒന്ന് നിലത്ത് വീണെങ്കിൽ എൻ്റെ കർത്താവ് അറിയുമല്ലോ. ഞാനൊരു വാക്ക് പറയുന്നു, നീ കേൾക്കൂല്ലേ കർത്താവേ? തീർച്ചയായിട്ടും മകനെ മകളെ കേൾക്കും. എന്താ നിനക്ക് പറയാനുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം അത് രേഖപ്പെടുത്തട്ടെ. ഒന്ന് എലിസബത്തിന്റെ പാട്ട്, രണ്ടാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കന്യാമറിയാമിന്റെ പാട്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 57 വരെ വാക്യങ്ങൾ. കന്യാമറിയാം ആത്മാവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കന്യാമറിയാം ഉള്ളം ദൈവസന്നിധിയിൽ പകർന്ന് അറിയാതെ അനുഗ്രഹത്തിൻ്റെതായ വാക്കുകൾ സന്തോഷത്തോടെ പറയുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഒരു സാധാരണ പെൺകുട്ടി, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, കന്യാമറിയാമിന്റെ പാട്ട് എന്ന് പറയും. മറിയാം പറഞ്ഞത് എന്തെന്നാൽ, ദൈവത്തിന് സ്തോത്രം, അത് മാഗ്നിഫിക്കറ്റ് എന്ന് പറയും. അതൊരു ലാറ്റിൻ പദമാണ്, മാഗ്നിഫിക്കറ്റ്. ദൈവത്തിന് മഹത്വരമായ വാക്കുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മഹത്വരമായ വാക്കുകൾ. ഞാൻ അനേക പുസ്തകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്, ലോകത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയും, എഴുത്തുകളും പുസ്തകങ്ങളും രേഖകളും ധാരാളമുണ്ട്. പക്ഷേ വേദപുസ്തക പണ്ഡിതന്മാർ മാത്രമല്ല, ഏറ്റവും വലിയതായ ജ്ഞാനികൾ പോലും പറഞ്ഞിരിക്കുന്നത് കന്യാമറിയാമിന്റെ വാക്കുകളാണ് ഇതുവരെ ദി മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെന്റ് ഇൻ ദ ലിറ്ററേച്ചർ. ഏറ്റവും വിപ്ലവകരമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് ഒഴുകി വന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ലോകത്തെ ചലിപ്പിക്കുന്നതായ വാക്കുകൾ. അതിൽ നിങ്ങളൊരു മർമ്മം മനസ്സിലാക്കണം. സുവിശേഷ വേലയ്ക്ക് പോകുന്നവരില്ലേ, സാക്ഷ്യം പറയുന്നവരില്ലേ, വചനം പറയുന്നവരില്ലേ ഞങ്ങളെപ്പോലെ? ദൈവത്തിന് സ്തോത്രം. അറിവല്ല, പാണ്ഡിത്യമല്ല, പോയിന്റുകളൊന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയുന്നുവോ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാകുന്ന കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുവോ, നിങ്ങൾ നിന്ന് ഒഴുകി വരുന്ന ശബ്ദം മനുഷ്യ ജീവിതത്തെ ഇളക്കുന്നതായ വിപ്ലവമുണ്ടാക്കുന്ന ശബ്ദമായിരിക്കും. കലഹമുണ്ടാക്കുന്നതല്ല, സ്നേഹത്തിന്റെ വിപ്ലവം. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹത്തിന്റെ വിപ്ലവം. ദൈവത്തിന്റെ മഹത്വം. മറിയുടെ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെന്റ്. അതിനകത്ത് 4 മേഖലകളിലുള്ളതായ വിപ്ലവം കാണുവാനായിട്ട് സാധിക്കും. 4 മേഖലകളിലുള്ളതായ വിപ്ലവം. ഒന്ന് സ്പിരിച്വൽ റെവല്യൂഷൻ, ആത്മീയമായിരിക്കുന്ന വിപ്ലവം. 2 മോറൽ റെവല്യൂഷൻ, ധാർമ്മികമായിരിക്കുന്ന വിപ്ലവം. 3 സോഷ്യൽ റെവല്യൂഷൻ, സാമൂഹികമായ വിപ്ലവം. 4-മത്തത് ഇക്കണോമിക് റെവല്യൂഷൻ. ദൈവത്തിന് സ്തോത്രം. പണസംബന്ധമായ കാര്യങ്ങളിൽ, സമ്പദ് സംബന്ധമായ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ മേഖലകളിലെല്ലാം വ്യാപരിക്കുന്നതായ വിപ്ലവാത്മകമായ ആശയങ്ങളാണ് കന്യാമറിയാമിൽ നിന്ന് ഒഴുകി വന്നത്. ഒന്ന് ആത്മീയമായിരിക്കുന്ന വിപ്ലവം, 2 മോറൽ ധാർമ്മികമായിരിക്കുന്ന വിപ്ലവം, 3 സാമൂഹ്യമായിരിക്കുന്ന സോഷ്യൽ റെവല്യൂഷൻ, 4 ഇക്കണോമിക് റെവല്യൂഷൻ. ദൈവത്തിന് സ്തോത്രം. സാമ്പത്തികമായിരിക്കുന്ന വിപ്ലവം. ഞാൻ അതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ചില മർമ്മങ്ങൾ കന്യാമറിയാം പറഞ്ഞതിനകത്തുണ്ട്. ഒന്ന് സ്പിരിച്വൽ റെവല്യൂഷൻ. 46, 47 വായിച്ച്. 46, 47. അപ്പോൾ മറിയ പറഞ്ഞത്, അതാണ് മറിയയുടെ പാട്ട്. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്ത് കാര്യം ഓർത്തിട്ടാണ്? എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായിരിക്കുന്ന വിപ്ലവത്തിന്റെ അടിസ്ഥാനം എന്താണ്? എനിക്ക് ഉല്ലസിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ, എനിക്ക് സ്തുതിക്കാൻ, എനിക്ക് ആനന്ദിക്കാൻ, എനിക്ക് പ്രമോദത്തോടെ മുഖശോഭയോടെ ജീവിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഉല്ലാസവും സന്തോഷവും രക്ഷിതാവായ യേശുവിൽ മാത്രം. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു വലിയ ആത്മീയ വിപ്ലവത്തിന്റെ വിത്തുവാകുകയാണ്.
ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ എനിക്ക് ആനന്ദിക്കാനുള്ളൂ, ഉല്ലസിക്കാനുള്ളൂ. യേശുവിനെ മാത്രമേ എനിക്ക് പുകഴ്ത്താനുള്ളൂ. യേശുവിനെ കുറിച്ച് മാത്രമേ എനിക്ക് പാടാനുള്ളൂ. എൻ്റെ സന്തോഷം എല്ലാവരും എന്നെ നിന്ദിക്കുമ്പോൾ, വിടക്കെ നിന്നുമ്പോൾ, നീ വേശ്യാസ്ത്രീയാണെന്ന് പറഞ്ഞ് കല്ലെറിയാനായിട്ടൊക്കെ വരുമ്പോഴേക്കും എൻ്റെ ഉള്ളത്തിൽ ആനന്ദത്തിൻ്റെ പാട്ടൊഴുകുകയാണ്. കാരണം അകത്ത് സന്തോഷത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന യേശുവുണ്ട്. അവൻ രക്ഷകനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ രക്ഷകൻ ഉള്ളത്തിൽ വന്നാൽ സന്തോഷമാണ്. ആത്മീയ വിപ്ലവത്തിന്റെ അടിസ്ഥാനം കർത്താവായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ വഹിച്ചുകൊണ്ട് ആരാധിക്കേണ്ടതായ ഒരു വലിയ പെരുന്നാളാണ്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അകത്തുണ്ട് എന്ന് ബോധ്യമുള്ളവരാരെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ചങ്കിനകത്ത് വസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ളവരെല്ലാം ഉണ്ട്. കയ്യൊന്നും പൊക്കാൻ ഞാൻ പറയുന്നില്ല. അതില്ലെങ്കിൽ തീർന്നില്ലേ? നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി മക്കളെ, നിങ്ങൾ നോക്കിയാൽ മതി. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവ് ഈ പാപം നിറഞ്ഞതായ, നല്ലതായതുകൊണ്ടല്ല കർത്താവ് വരുന്നത്, ചീത്തയാണ്. പക്ഷെ നന്നാക്കാനാണ് വരുന്നത്. ചീത്തയ കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്പിരിച്വൽ റെവല്യൂഷൻ, ആത്മീയമായിരിക്കുന്ന വിപ്ലവത്തിന്റെ വിത്തായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കണം. 2 മോറൽ റെവല്യൂഷൻ, ധാർമ്മികമായിരിക്കുന്ന വിപ്ലവം. 48-ാമത്തെ വാക്യം വായിച്ച്. 48. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ എല്ലാവരും ഒന്ന് കേട്ടേ. നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ കൊതിക്കണം. നമ്മുടെ കൂട്ടായ്മയിൽ ഒന്ന് ഞാൻ പറഞ്ഞു, സ്നേഹമുള്ള കൃപയാൽ രുചി വരുത്തുന്നതായ വാക്കുകൾ മാത്രം പറയുക. 2ാമത് എനിക്ക് ഊന്നി പറയാനുള്ളത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ 48 എന്നോട് വായിച്ചേ. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ എന്തിനത് ആവർത്തിച്ച് വായിപ്പിച്ചതെന്നറിയാമോ? ദൈവം കടാക്ഷിക്കുന്ന, ദൈവം അന്വേഷിച്ച് കണ്ടെത്തി സൂക്ഷിച്ചു നോക്കുന്ന, ദൈവം അനുഗ്രഹിക്കുന്ന വ്യക്തി ആരെന്നറിയാമോ? താഴ്മയുള്ളവൻ. താഴ്മയുള്ളവൻ. കൈമോശം വന്നിരിക്കുന്ന സ്വഭാവം എന്നെ അതല്ലേ? സൽസ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് താഴ്മയാണ്, വിനയമാണ്. സകല മനുഷ്യർക്കും ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന വസ്ത്രം അത് വിനയത്തിന്റെ വസ്ത്രമാണ്. സെയിന്റ് അഗസ്റ്റിന്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞു, ജനമെല്ലാം ഇളങ്ങി. നിങ്ങൾ ദൈവിക സൽഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദമായി പ്രസംഗിച്ചുവല്ലോ. അനേക ദൈവിക സൽഗുണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സൽഗുണങ്ങളെ കുറിച്ചുള്ള വെർച്യൂസിനെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ചോദിച്ചു, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സൽഗുണം? വളരെ ശാന്തമായിട്ട് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു, അത് താഴ്മയാണ്, വിനയമാണ്. ഞങ്ങൾ സമ്മതിച്ചു. 2ാമത്തെ നല്ലതായ സൽഗുണം ഏതാണ്? അത് വിനയമാണ്. 3ാമത്തെ ഏതാണ്? അത് വിനയമാണ്. എല്ലാവർക്കും ഉണ്ടോ അത്? എല്ലാവർക്കും ഉണ്ടോ അത്? നമ്മുടെ കൂട്ടത്തിൽ ഇതുമാത്രം ആയിരക്കണക്കിന് ആളുകൾ വരുന്നില്ല. ഓരോ വ്യക്തിയും ഉള്ളം കൊണ്ട് തീരുമാനിക്കണം. ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം പറയുന്നില്ല. ഉള്ളം കൊണ്ട് തീരുമാനിക്കും. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും, സ്റ്റുഡൻസും ഒക്കെ ഒന്ന് കേട്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യത്തിൽ ആരെയും എൻ്റെ മുന്നിൽ കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. തീരുമാനിക്കാമോ സാറേ? അതൊരു അഹങ്കാരത്തിന്റെ വാക്കല്ലേ? ഒരൊറ്റ വ്യക്തിയെയും എൻ്റെ മുന്നിൽ കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അത് ഏത് കാര്യത്തിനകത്ത? വിനയത്തിന്റെ കാര്യത്തിൽ. വിനയത്തിന്റെ കാര്യത്തിൽ. ഒരു കമ്പനിയിൽ 1000 പേര് ജോലി നോക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഏറ്റവും താഴ്മയുള്ള വ്യക്തി ഞാനായിരിക്കണം. കൂട്ടായ്മയിൽ 10,000 പേര് വരുന്നുവെങ്കിൽ ബാക്കി എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്, ഞാനാണ് ഏറ്റവും താഴ്മയുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ഈ താഴ്മയുള്ളവൻ ചവിട്ടി താഴ്ത്തി അവന് വല്ല വിഷമമുണ്ടോ? എന്നോട് ആലോചിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, കൂട്ടായ്മയിൽ ആദ്യം മുതലായിരിക്കുന്ന എന്നെ നേതാവാക്കിയില്ല. ദൈവത്തിന് എന്തിൻ്റെ കൂട്ടായ്മയാണ്? നേതാവിൻ്റെയോ? തീർന്നു കേട്ടോ ആ കാര്യം. ദൈവത്തിന് നാശത്തിന്റെ കുഴിയിൽ നിന്ന് നിനക്ക് ഉയർന്ന് സ്വർഗമണ്ഡപത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഉന്നതങ്ങളിലേക്ക് കരകയറണമോ? താഴ്മയുള്ളവനെ മാത്രം പിടിക്കുന്ന കരമാണ് കർത്താവിനുള്ളത്. എല്ലാവരും കേട്ടോണത്. താഴ്മയുള്ളവനെ മാത്രം ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് പിടിക്കുന്ന കരമാണ് കർത്താവിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനോട് ചേർന്ന് തന്നെ
വിപ്ലവകരമായിരിക്കുന്ന ഒരു ആശയാണ് 51-ാമത്തെ വാക്യത്തിൽ കന്യമറിയാൻ പറയുന്നത്. 51-ാമത്തെ വാക്യത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് ഒഴുകി വരുന്ന വിപ്ലവത്തിന്റെ ശബ്ദമാണ്. 51-ാമത്തെ വാക്യം വായിച്ചേ. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. എന്താണ് പ്രവർത്തിച്ചത്? കരുത്തുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ഭുജം, കരം എന്താണ് പ്രവർത്തിച്ചത്? വായിച്ചേ. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ദൈവത്തിന് എല്ലാവരും കേട്ടോ? അത് ഞെട്ടലോടെ വായിക്കണം നിങ്ങൾ. ഞാൻ തരിച്ചിരുന്നു ഇത് വായിച്ചപ്പോൾ. കർത്താവിന്റെ കരം അമിത ബലമുള്ളതാണ്, ശക്തിയുള്ളതാണ്. ആ കരം ചലിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കരം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ്? ചിതറിക്കാൻ, തകർത്ത് തരിപ്പണമാക്കി കളയാൻ. ദൈവത്തിന് ആരെയാ? തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. എന്ത് പ്രവർത്തിച്ചു? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ചിതറിച്ചു. ആരെ? അഹങ്കാരികളെ. എന്തിനാ നിങ്ങൾ ഉള്ളത്തിൽ തട്ടാത്തത്? തലപൊക്കി നടന്നു കേട്ടോ, നട്ടലി നിവർത്തി നടന്നു കേട്ടോ. തകർക്കുന്ന ദൈവത്തിന്റെ കരം, അനുഗ്രഹിക്കുന്ന കരം, തലോടുന്ന കരം, ഉയർത്തുന്ന കരം, തകർത്ത് ദൈവത്തിന് സ്തോത്രം. ദി മൈറ്റി ആർ ബ്രോട്ട് ഡൗൺ. തകർത്ത് തരിപ്പണമാക്കി താഴെയിടും. ഉയരണമോ? അഹങ്കാരമൊക്കെ താഴെ. ഞാൻ ഉൾപ്പെടെ പറയുന്ന കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ താഴെ വയ്യും. സകല കാര്യങ്ങളും ഒന്ന് താഴെ വയ്യും. മക്കളെ, ഒന്ന് വിനയപ്പെട്. നിനക്ക് ദൈവം സമ്പത്ത് തന്നോ? വിദ്യാഭ്യാസം തന്നോ? കൂട്ടായ്മയിൽ സ്ഥാനം തന്നോ? വചനം പറയാനുള്ളതായിരിക്കുന്ന കൃപ തന്നോ? ദൈവത്തിന് സ്തോത്രം. അതിന് നമ്മൾ എന്നാ പറയുന്നത്? ദാനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൗലോസ്ലീഹ പറഞ്ഞു, ഇങ്ങനെയല്ല ഞാനായി. കർത്താവായി യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ അനുകാരിയാകുവിനെന്ന് ലോകത്തിൽ കേട്ട ഒരൊറ്റ ശബ്ദം പൗലോസ്ലീഹയിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പൗലോസ്ലീഹ ഒരൊറ്റ വാക്ക് പറയും, ഞാനായിരിക്കുന്നത് ദൈവ കൃപയാലാകുന്നു. ഞാനായിരിക്കുന്ന ദൈവകൃപ. ഒരു വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിച്ചോ? ഒരു ക്ലാസ്സിൽ പോയി ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയോ? ഒരു അടുക്കള ഓടിക്കാൻ പറ്റിയോ? ഒരു സ്ഥാപനം നടത്താൻ പറ്റിയോ? കൃപ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1 സ്പിരിച്വൽ റെവല്യൂഷൻ, 2 മോറൽ റെവല്യൂഷൻ, ധാർമ്മികമായ, 3ാമത്തത് സാമൂഹ്യമായ, സോഷ്യൽ റെവല്യൂഷൻ. 52 വായിച്ച്. 52. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി. ദൈവത്തിന് സ്തോത്രം. കേട്ടോ നിങ്ങള്? എന്റെ ദൈവമേ, അല്ല ദൈവത്തിന് ആ കരം രണ്ടാമത് പ്രവർത്തിക്കുന്നത് എന്തിനറിയാമോ? ഒരിടത്ത് നിന്ന് ഇറക്കാനാണ്, ഒരിടത്ത് നിന്ന് ഇറങ്ങാനാണ്. ദി മൈറ്റി ആർ ബ്രോട്ട് ഡൗൺ. ആ കരം പിന്നെ ഒരു കാര്യം അടിച്ച് എടുത്ത് വാക്യം വായിച്ച്. താണവരെ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മനോഹരമാണ്. തമ്പുരാനെ പറ്റി അമ്മയുടെ നാവിൽ നിന്ന് ഉതിർന്നു വരുന്ന പരിശുദ്ധാത്മാവ് കത്തി ജ്വലിക്കുന്ന ശബ്ദം. ദി മൈറ്റി ആർ ബ്രോട്ട് ഡൗൺ, എക്സോൾട്ടഡ് ദി ലോലി. ആർക്കും വേണ്ടാത്ത ചൂത്തിയായിരിക്കുന്നവര്, വിദ്യാഭ്യാസവും ഇല്ല, കണ്ടാലും കൊള്ളില്ല. ദൈവത്തിന് ഈ സ്റ്റേജിലൊന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പോലും കൊള്ളില്ല. ഒരു വാക്ക് പറയാൻ അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും ആർക്കും ഒരു വിലയില്ല, നിലയില്ല, അംഗീകാരമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ളിടത്തേക്ക് ദി മൈറ്റി ഹാൻഡ്സ്, കർത്താവിന്റെ കരം അങ്ങ് താണ് എന്നങ്ങ് ഉയർത്തും. പിന്നെ ഇച്ചിരിയൊക്കെ തൻ്റെ ഇടത്തോടെ, അഹങ്കാരത്തോടെ, എനിക്ക് ഏതാണ്ടെല്ലാം ഉണ്ട്, ചില അധികാരങ്ങളൊക്കെ ഉണ്ട് എന്നോർത്തുണ്ട് ഉയർന്നു പൊങ്ങിയാണ് ഇരിക്കണേ. ആ താണവരെ ഉയർത്തതായിരിക്കുന്ന കരം മേളിലേക്ക് എന്ന പൊങ്ങിയിരിക്കുന്നവരെ പിടിച്ച് താഴേക്കാണ്. ഞാൻ എഴുതിയതല്ല കേട്ടോ. തമ്പുരാനെ പറ്റി അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ എഴുതി വന്നതായ ആത്മാവിന്റെ ശബ്ദമാണ്. ദി മൈറ്റി ആർ ബ്രോട്ട് ഡൗൺ ആൻഡ് എക്സോൾട്ടഡ് ദി ലോയൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. യഹെസ്കേൽ പ്രവാചകൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 21-ാം അധ്യായമല്ലേ നോക്കി. 21-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫും 27-ഉം. 21-ാം അധ്യായം, 21-ാം അധ്യായത്തിന്റെ വായിച്ച് 26-ന്റെ. ഞാൻ താണതിനെ ഉയർത്തുകയും. എല്ലാരും കേട്ടോ? അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗീയ മർമ്മമാണ്. ഞാൻ താണവരെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഇന്ന് വൈകുന്നേരം ഞാനത് വായിച്ചു. ഉയർന്നവരെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ താണവരെ ഉയർത്തും എന്ന് പറഞ്ഞ് സന്തോഷമായിരുന്നു. പക്ഷെ ആ കരം അവിടെ നിന്നില്ലല്ലോ. താണവരെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ ആ കരം പിന്നെ മേളിലേക്ക് പോയി. എന്തിനാ പോയത്? ഇച്ചിരി പൊങ്ങച്ചുള്ളവരുണ്ട്,
അവരെ പിടിച്ച് താഴേക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കുകൾ ഇന്ന് വൈകുന്നേരം വീണ്ടും വായിച്ചു, ഞെട്ടലോടെ വായിച്ചു. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ഉന്നത ഭാവവും അഹങ്കാരവും പൊങ്ങച്ചവും കേമും പറയുന്ന ആരെങ്കിലും തലക്കനത്തോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ശബ്ദം നിങ്ങൾ തുടർന്നൊന്ന് കേട്ടേ. ഞാൻ അതിന് ഉന്മൂലനാശം. കേട്ടോ എല്ലാവരും കേട്ടോ എന്ന് ഞെട്ടിക്കേ. ഒരു 100 പ്രാവശ്യം മരയ്ക്ക് ദൈവങ്ങളെ എൻ്റെ അടിയിൽ. അഹങ്കാരവും പൊങ്ങച്ചവും ഉന്നത ഭാവമുള്ളവരെ ഉന്മൂലനാശം, വേരോടെ നശിപ്പിക്കുന്ന പറഞ്ഞു. പലവരെയൊക്കെ വിമർശിച്ചും ദൈവത്തിന് ചോദ്യം ചെയ്തും അഹങ്കാരത്തോടെ ഭരിച്ചുകൊണ്ടൊക്കെ നടന്നു. തകർക്കുന്ന കരം വ്യാപരിക്കുന്ന കാര്യം. ഞാൻ ദൈവത്തെ കഠിനാക്കി പറയുന്നല്ല, എഴുതിയിരിക്കുന്നല്ലേ ഞാൻ വായിച്ചുള്ളൂ. ഉന്മൂലനാശം വരുത്തും അഹങ്കാരികളെ. അടുത്ത വാക്യം ഒന്നോടെ പറഞ്ഞ്. ഉന്മൂലനാശം. ആദ്യം പറഞ്ഞ വാക്കല്ല, രണ്ടാമത് ഉന്മൂലനാശം വരുത്തും. 3 പ്രാവശ്യം പറഞ്ഞ്. അഹങ്കാരത്തോടെ നട്ടെല്ല് നിവർത്തി തല ഉയർത്തി ഞാൻ ഏതാണ്ടെല്ലാമാണ്, എനിക്ക് പണമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, കൂട്ടായ്മയിൽ സ്ഥാനമുണ്ട്, ഞാൻ വചനം പറയുന്ന ആളാണ്, എന്നെ അനുസരിച്ചു കൊള്ളണം, ദൈവത്തിന് സ്തോത്രം, ഞാൻ കൽപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നവർക്ക് ദൈവത്തിന് അഹങ്കാരികളെ തകർക്കുക മാത്രമല്ല ഉന്മൂലനാശം വരുത്തും. 1, 2, 3 പ്രാവശ്യം ആത്മാവ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളൊന്ന് ഞെട്ടലോടെ ഓർക്കണം. ഒന്ന് ഭയപ്പെടണം എന്ന് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതാണ് 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ കാലത്ത് ഇല്ലാത്ത ഒരു വാക്കാണ് 50-ാമത്തെ വാക്യം വായിച്ച്. അവനെ ഭയപ്പെടുന്നവർക്ക്. അത് കേട്ടോ എല്ലാരും. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ഞെട്ടണം നിങ്ങൾ. ഞാനൊരു വാക്ക് പറയുമ്പോൾ സ്വർഗം രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരത്തിന്റെ പൊങ്ങച്ചം വരുമ്പോൾ ദൈവം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആത്മീയ നിസാരമൊന്നുമല്ല. നമ്മുടെ കൂട്ടായ്മയിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവഭയം. അത് വന്നാൽ തീർത്ത് വേറെ ആരും നിയന്ത്രിക്കണ്ട. ദൈവഭയം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രമല്ല ദൈവമക്കളെ, വേഗം വായിച്ച് 53-ാമത്തെ വാക്യം അവസാനത്ത് ഇക്കണോമിക് റെവല്യൂഷൻ വായിച്ച്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് പാവപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് വന്നതായ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ധനാഠ്യന്മാരൊക്കെ ഒന്ന് കേട്ടോളണം കേട്ടോ. ഞാൻ പറയുന്നതല്ലല്ലോ, കന്യാമറിയാമിന്റെ വാക്കല്ലേ. 53 ഒന്നൂടെ വായിച്ച്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു. അടുത്ത വാക്ക്. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പണം ആവശ്യമാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷെ സമ്പത്തിൽ ആശ്രയിക്കുന്നു. സമ്പത്ത് കൊണ്ട് തല ഉയരരുത്. അങ്ങനെ ഉയരുന്നത് കണ്ടു കഴിഞ്ഞാൽ the rich are sent absolutely empty away. ദൈവത്തിന് സ്തോത്രം. നിന്റേതായിരിക്കുന്ന പണത്തിലോ കൊഴുപ്പിലോ സാമ്പത്തികമായിരിക്കുന്ന നേട്ടത്തിലോ നിനക്കൊരു പ്രശംസ വന്നു കഴിഞ്ഞാൽ ദൈവമക്കളെ സമ്പൂർണമായി നിന്നെ ഒന്നുമില്ലാത്ത പട്ടിണി പാവമാക്കും. ആൻഡ് സാറ്റിസ്ഫൈ ദി ഹംഗ്രി. ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ, ഇത് പറയാൻ ഞാനായിരുന്നു. ഹല്ലേലൂയ. The rich are sent absolutely empty away. എത്ര പേരെ നമ്മൾ കണ്ടു ദൈവമക്കളെ, എത്ര പേരെ കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കന്യാമറിയാമിന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. 1 എലിസബത്തിന്റെ പാട്ട്, 2 മറിയയുടെ പാട്ട്, 3-ാമത്തെ സക്കറിയ പ്രവാചകന്റെ പാട്ട്. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 67-ാമത്തെ വാക്യം വായിച്ച്. സക്കറിയ പ്രവാചകന്റെ വാക്യം. അവന്റെ അപ്പനായ സഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്. സ്നാപകന്റെ പിതാവായിരിക്കുന്ന സക്കറിയാവ്, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആദ്യം വിശ്വാസത്തിൽ ചില അവിശ്വാസം വന്നു കഴിപ്പിക്കുന്ന ആവടഞ്ഞു പോയി, മിണ്ടാൻ പറ്റില്ലുണ്ടായി. ഞാനത് പറയാനൊന്നും സമയം എടുക്കുന്നില്ല. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നതായ ഒരു ശബ്ദം വന്ന് അവന്റെ പേരെന്നാന്ന് ചോദിച്ചു. എനിക്ക് പറയാൻ പാടില്ല, ഒരു എഴുത്തുപോലെ കൊണ്ടുവരാൻ പറഞ്ഞ് എഴുതി. യോഹന്നാൻ എഴുതി, തെറ്റ് തിരുത്തി, നാവും വായും തുറന്നു. 1:63 വായിച്ചു. 1:63. അവൻ ഒരു എഴുത്തു പലക ചോദിച്ചു, അവന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി. യോഹന്നാൻ സ്നാപകൻ എന്ന് എഴുതി വായിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും തുറന്നു. നാളുകളായി നിശബ്ദനായി, മിണ്ടാൻ പാടില്ല. പരിശുദ്ധാത്മാവോട് മത്സരിക്കല്ലോ കേട്ടോ, പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാലോ കേട്ടോ. സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഞാനെങ്ങനെ അറിയണേ, ഇത്ര പ്രായമായിട്ട് തീർന്നു, മിണ്ടല് തീർന്നു.
ദൈവമക്കളെ പല കുറവുകൾ കാണും. വചനം പറയുന്ന നടത്തുന്ന ദൈവങ്ങൾക്ക് കാണും. കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറവുകൾ കാണും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പക്ഷെ അവരൊക്കെ എൻ്റെ ദൈവമേ നയ്യം വിളിച്ചുകൊണ്ട് കിടക്കുകയല്ലേ. ഇക്കാലത്ത് ഒരേ ഒരു കൊതി മാത്രം പറയുന്നു, നിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാക്കി മാറ്റണം. സമ്പൂർണ്ണ നിയന്ത്രണം ഹോളി സ്പിരിറ്റ് ഏറ്റെടുക്കണം. എൻ്റെ ഇഷ്ടത്തിൻ്റെ കണികയ്ക്ക് നീ വിടരുത്. ഒട്ടും ആയിട്ടില്ലെങ്കിലും കർത്താവെ, ഞാൻ വിട്ടു പറഞ്ഞ കാര്യമല്ലേ, ഒന്നാക്കി തരാമോ? ദൈവമക്കളെ, അങ്ങനെ ഉള്ളം തൊട്ട് പാവപ്പെട്ട ചില ദൈവമക്കൾക്ക് പ്രാർത്ഥിച്ച് ഈ ജനത്തെ നടത്താനുള്ള കൃപ തരണമേ. ദൈവമക്കളെ, വിരല് ചൂണ്ടല്ലേ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കൈ ചൂണ്ടല്ലേ കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മിണ്ടാണ്ടായി പോവും. വായും നാവും അടഞ്ഞു. വർത്തമാനമൊക്കെ നിർത്തണ്ടായിട്ട് വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാളുകളായി നിശബ്ദനായിരുന്ന വ്യക്തിയുടെ നാവും ദൈവത്തിന് സ്തോത്രം ശബ്ദവും ഉയർന്നു കഴിഞ്ഞപ്പോൾ അറിയാതെ പാടിപ്പോയി. 67 മുതൽ 79 വാക്യങ്ങൾ അതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാടിയെന്നറിയാം. 71 വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഈ യോഹന്നാൻ സ്നാപകൻ ഒരു വഴികാട്ടിയാണ്, വഴി ഒരുക്കുന്നവനാണ്. എന്തിന്? രക്ഷയുടെ കൊമ്പ്, രക്ഷകനായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു ആകുന്ന രക്ഷയുടെ കൊമ്പ് ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. അതിന് വഴിയൊരുക്കുന്നതാണ് ഈ മകൻ. 71 വായിച്ച്. 71. തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. രക്ഷയുടെ കൊമ്പ് ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇനി മനോഹരമായ ഒരു വാക്ക് വേഗം പറയാനുണ്ട്. ആ രക്ഷയുടെ കൊമ്പ് ക്രിസ്മസിൽ രക്ഷകൻ പിറന്നു. ദൈവത്തിന്റെ മഹത്വം. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് വിടിയിപ്പാനിരിക്കൊണ്ട് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. ആ രക്ഷകൻ ഒരു വ്യക്തി ജീവിതത്തിൽ വന്നാൽ എന്തു ചെയ്യും? എന്ത് ചെയ്യും? വേഗം വായിച്ച്. 73 73 74. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഒന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും. 78 വാക്യം വായിച്ച്. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തു അകത്തേക്ക് വന്നാൽ ഇരുട്ട് വെളിച്ചമാകും. അടുത്ത വാക്യം. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്മസ് അതാണ്. ഉയരത്തിൽ നിന്ന് ഉദയം, വെളിച്ചം നമ്മളെ സന്ദർശിക്കുക. കർത്താവായ യേശുക്രിസ്തു വന്നു ലോകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന് വെളിച്ചമാകും. ആ വെളിച്ചത്തെക്കുറിച്ചല്ലേ ഞാൻ പ്രസംഗിച്ചത്. ആ വെളിച്ചമല്ലേ എന്നോട് നിർത്തിയത്. ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നതല്ലേ. ഹല്ലേലൂയ. അന്ധകാരത്തെ ശോഭാനമയമാക്കി മാറ്റുന്നതല്ലേ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. രക്ഷകൻ വന്നു, ഭയം മാറി, സമാധാന മാർഗത്തിൽ നടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇരുട്ടിലായിരുന്നവർ വെളിച്ചം കണ്ടതുപോലെ ശോഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറായ. പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. 4-ാമത്തേതായ പാട്ട് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ലൂക്കോസ് 2:9 മുതൽ 14 വരെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ചീരകൾ ചുറ്റി അവിടെ കിടക്കുകയാണ്. കൊച്ചു കുഞ്ഞ് കൈയും കാലും ഒക്കെ എടുത്ത് ശോഭിക്കുന്ന തേജസ്സുള്ള മുഖത്തോടു കൂടി. സ്വർഗത്തിലെ ദൂതൻ വന്നു, ആട്ടിടയന്മാരോട് പറഞ്ഞു, ദൈവത്തിന് നല്ല ഇടയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത ഭൂമിയിൽ ആദ്യം അറിയിക്കുന്നത് ആട്ടിടയന്മാരെയാണ്. അതൊരു വലിയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു മർമ്മമാണ്. നല്ല ഇടയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഇടയന്മാരായിരിക്കുന്ന പാവപ്പെട്ടതായ ആട്ടിടയന്മാരെ ജനവർത്തമാനം മാലാഖ സ്വർഗത്തിൽ നിന്ന് അറിയിക്കുകയാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുക. അതാണ് സുവിശേഷം. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അവരുടെ ഉള്ളങ്ങ് ത്രസിച്ചു. പേടിച്ച് ഭയവികലരായിരിക്കുന്ന ആട്ടിടയന്മാര് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു പാടി. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം മാലാഖമാര് ഭൂമിയിലേക്ക് വന്നു. കർത്താവായി യേശുക്രിസ്തു ജനിച്ചതിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ ആരെല്ലാമുണ്ടോ? കർത്താവായി യേശുക്രിസ്തു ജനിച്ച സന്തോഷം ഉൾക്കൊള്ളുന്ന ദൈവമക്കൾ ആരെല്ലാമുണ്ടോ? അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിൽ വന്ന് ആ ആരാധനയിൽ പങ്കുചേരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇടയന്മാരും ആദ്യം വന്ന മാലാഖയും പിന്നെ മാലാഖയുടെ സംഘവും ചേർന്ന് ദൈവത്തിന്റെ മഹത്വം എന്ത് പാടി? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മക്കൾക്ക് സമാധാനം. ഹല്ലേലൂയ. ദൈവത്തിന് ഇതാണ് ക്രിസ്തുമസ് ഗീതം.
ഇതാണ് ക്രിസ്മസ് ഗീതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് വിശദീകരിക്കാൻ നേരമില്ല. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 28 മുതൽ 38 വരെ ഹല്ലേലൂയ ഒരു പാട്ടുണ്ട്. അത് ആരുടെയാണ്? ദൈവാലയത്തിൽ നാളുകളായി കാത്തിരുന്ന വയോവൃദ്ധനായിരിക്കുന്ന ശിമിയോന്റെ പാട്ടാണ്. ശിമിയോൻ കാത്തിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കന്യമറിയാം യേശുകുഞ്ഞിനെയും കൊണ്ടുവന്നു. വിറയ്ക്കുന്ന കൈകളും പതറുന്ന പാദങ്ങളുമായി ശിമിയോൻ കന്യമറിയാന്റെ അടുക്കിലേക്ക് ചെന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ട്, വയോവൃദ്ധനാണ്. കന്യമറിയാവിന്റെ കയ്യിൽ നിന്ന് യേശുകുഞ്ഞിനെ ഇങ്ങ് കൈ നീട്ടി ഭയത്തോടെ ഏറ്റുവാങ്ങി മാറോടണച്ചു. ആ ദിവ്യ സുന്ദരനായിരിക്കുന്ന ശിശുവിന്റെ സ്നേഹത്തിന്റെ ചൂട് ഇപ്പോൾ ശിമയോന്റെ മാറിൽ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ആരാധനാ ഗീതമാണ് 29-30. ദൈവത്തിന് സ്തോത്രം. മതിയായി കർത്താവേ. 29-30 മാത്രം ഒന്ന് വായിച്ച്. 29-30 മാത്രം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി മരിക്കാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ലീവ് ദിസ് വേൾഡ്, ഡിപ്പാർട്ട് ദിസ് വേൾഡ് ഇൻ പീസ്. ഇനി ഞാൻ സമാധാനത്തോടെ മരിക്കാൻ തയ്യാറാണ്. നന്ദിയോടെ സ്തോത്രം. കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതിപ്പോൾ കൈനീട്ടി നിങ്ങൾ മേടിക്കണം. അടുത്ത വാക്യം വായിച്ച്. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. എല്ലാവരും നേരെ നോക്കി കേട്ടെ. ദൈവത്തിന് സ്തോത്രം. കന്യാമറിയാവിന്റെ കയ്യിലിരുന്ന ആ രക്ഷകൻ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ശിമിയോന്റെ കയ്യിലാണ്. മാറോടന്ന് അണച്ചു. ദൈവത്തിന് സ്തോത്രം. ശരിക്കും നോക്കിയ മുഖത്തേക്ക്. എന്നിട്ട് യേശുക്കുഞ്ഞിനെ കണ്ടല്ലോ എന്നല്ലേ പറഞ്ഞത്? നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തട്ടെ. എനിക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് തരാനായിട്ടില്ല. എൻ്റെ ചങ്കിനകത്ത് യേശുണ്ട്. അവൻ മതിയായവനാണ്. അവൻ എൻ്റെ ജീവനാണ്. അവൻ എൻ്റെ സന്തോഷവും ആരോഗ്യവും എൻ്റെ സമാധാനവുമാണ്. ഈ ജീവിതം അവന് വേണ്ടി കൈമാറിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യമറിയവനെ പോലെ പറയാനുള്ള യോഗ്യതയുടെ കണിക പോലും എനിക്കില്ല. നന്ദിയോടെ സ്തോത്രം. ശിമിയോൻ ദൈവാലയം വിട്ടു പോകുമ്പോൾ കയ്യിൽ എന്തുണ്ട്? യേശുക്കുഞ്ഞുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നന്ദിയോടെ സ്തോത്രം. യേശുക്കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിലേക്ക് നീട്ടിത്തരികയാണ്. യേശുക്കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിലേക്ക് നീട്ടിത്തരികയാണ്. അവൻ ആരാണ്? സർവ്വജനത്തിനുണ്ടാകാനുള്ളതായ രക്ഷയാണ്. ഹല്ലേലൂയ. ആ രക്ഷകനെ നിങ്ങൾക്കൊന്ന് ഹൃദയത്തിൻ്റെതായ ഉള്ളറയിലേക്കൊന്ന് സ്വീകരിക്കാമോ? ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കാമോ? രക്ഷകൻ പിറക്കട്ടെ. ക്രിസ്മസ് യേശുവുള്ള ക്രിസ്മസായി മാറട്ടെ. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന രക്ഷകനെ എൻ്റെ ചങ്കിനകത്തേക്ക് സ്വീകരിച്ചു. നിന്റെ രക്ഷ എൻ്റെ ചങ്കിനകത്ത് വന്നു എന്ന് ഉറപ്പും നിശ്ചയവും ബോധ്യമുള്ള ദൈവമക്കൾക്ക് മാത്രം ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകൻ പിറക്കട്ടെ. ഹല്ലേലൂയ. രക്തം ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. ഹല്ലേലൂയ. യേശുവിനെയും കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഹല്ലേലൂയ. ആരാധിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം.